നോക്കാം നമുക്ക് 2025 60ാം ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്, തമിഴ് ഗാനരചയിതാവും കവിയും നോവലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് റിവിഷൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അഗെയിൻ കുറെ ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്? 2026 മാർച്ചിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷയായിട്ട് നിയമിതയായത് ആരാണ്? അപ്പോ നമ്മുടെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷയായിട്ട് നിയമിതയായത് സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. സാധ്വി നിരഞ്ജൻ ജ്യോതി. അപ്പൊ ഇവിടെ നമുക്ക് നിയമനങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട നിയമനങ്ങളൊക്കെ നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസ് കണ്ട് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പ്രധാനപ്പെട്ട നിയമനങ്ങൾ അല്ലെങ്കിൽ ആ പദവികൾ നിങ്ങൾ ഓർത്തിരിക്കണം. എന്തായാലും ചോദ്യം വരും. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷയായിട്ട് നിയമിതയായത് സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. സാധ്വി നിരഞ്ജൻ ജ്യോതി. ഇനി രണ്ടാമത്തെ ചോദ്യം, നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് ആരവല്ലി മലനിരകളെ കുറിച്ചുള്ള ആ ഒരു ഇഷ്യൂ അല്ലെ. സുപ്രീം കോടതിയുടെ വിധിയും പിന്നീട് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തതും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ആരവല്ലിയുടെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ മറ്റൊരു ചോദ്യം, ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായിട്ട് സുപ്രീം കോടതി ഒരു 10 അംഗ ഉന്നതാധികാര വിദഗ്ധ സമിതിയെ നിയമിച്ചു. അതായത് മുന്നേ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ആ ഒരു ഡെഫിനിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു ഡെഫിനിഷൻ പ്രകാരം ആരവല്ലിയെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആരവല്ലിയുടെ ഒരു മേജർ പോർഷനും ഈ പറയുന്ന സംരക്ഷിക്കപ്പെടാത്ത രീതിയിലേക്ക് പോവുകയും വലിയ രീതിയിൽ ആരവല്ലി ചൂഷണം ചെയ്യപ്പെടുകയും എന്നുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ആ നിർവചനം സുപ്രീം കോടതി മാറ്റി പുതിയൊരു നിർവചനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 അംഗ ഉന്നതാധികാര വിദഗ്ധ സമിതിയെ നിയമിച്ചത്. ഈ 10 അംഗ ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ ആരാണെന്ന് ചോദിച്ചാൽ കാഞ്ചൻ ദേവിയാണ്. കാഞ്ചൻ ദേവി. ആൻസർ കിട്ടുന്നുണ്ടോ? കാഞ്ചൻ ദേവിയാണ് ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായിട്ട് സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ എന്ന് പറയുന്ന ആരാണ്? കാഞ്ചൻ ദേവിയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ആരവല്ലി പർവ്വത നിരകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന തരത്തിൽ വളരെ വ്യക്തമായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് സയന്റിഫിക്കലി ഒരു ഡെഫിനിഷൻ നൽകാനാണ് ഈ ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയെ കുറിച്ചാണ് ചോദ്യം. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായിട്ട് കുടുംബശ്രീ മാതൃകയിൽ അവതരിപ്പിച്ച പദ്ധതി ഏത്? അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിലായിരുന്നാലും മൊത്തത്തില് ഇന്ത്യയിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പോവേർട്ടി അലിവിയേഷൻ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കൊണ്ടുവന്ന ഒന്നാണ് ഈ പറയുന്ന കുടുംബശ്രീ എന്ന് പറയുന്നത് അല്ലെ. സ്ത്രീകളെ, അതായത് തദ്ദേശീയരായിട്ടുള്ള സ്ത്രീകളെ കൂട്ടി ആ ഒരു കൂട്ടായ്മ അല്ലെ, അവരുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ സ്ത്രീകളുടെ ശാക്തീകരണത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് കുടുംബശ്രീയിൽ നമ്മൾ കണ്ടുവരുന്നത്. സോ കുടുംബശ്രീയുടെ മാതൃകയിലും അത്തരത്തില് സന്നദ്ധ സംഘടനകൾ രൂപീകരിച്ച് അവരുടെ തന്നെ ശാക്തീകരണത്തിനായിട്ടും അതുപോലെ തന്നെ ക്ഷേമത്തിനായിട്ടും പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുന്ന കുടുംബശ്രീ മാതൃകയില് ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായിട്ട് അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് സുശക്തി എന്ന് പറയുന്നത്. സുശക്തി. സോ എന്താണ് സുശക്തി? നമ്മുടെ കേരള സർക്കാർ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുശക്തി. അപ്പൊ ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് എങ്ങനെയാണ് അവരുടെ ശാക്തീകരണം അല്ലെ, ഫോർ ദ എംപവർമെന്റ് ഓഫ് ദിസ് പ്രോഗ്രാം ഈസ് ഡിസൈൻഡ് ആസ് ദി മോഡൽ ഓഫ് കുടുംബശ്രീ അല്ലെ. അത് ആ ഒരു കുടുംബശ്രീയുടെ മാതൃകയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫോർ ദി എംപവർമെന്റ് ഓഫ് ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് അല്ലെ. അതായത് നമ്മുടെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ എംപവർമെന്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് സുശക്തി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പദ്ധതി എന്താണ്? നിർഭയ നിശ എന്നാണ്. അപ്പോ നിശ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് രാത്രി ഓർമ്മ വരും അല്ലെ. സോ രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട്. നമ്മുടെ KSRTC പോലുള്ള പൊതുഗതാഗതം, പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട്. അവരുടെ സുരക്ഷയ്ക്കായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ നിശ. നമ്മുടെ 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് 14 ജില്ലകളിൽ ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ എന്താണ് നിർഭയ നിശ?
ജോലി സംബന്ധമായിട്ടും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ നിശ എന്ന് പറയുന്നത്. അടുത്ത മറ്റൊരു പദ്ധതി കൂടെ നോക്കാം. പ്രതീക്ഷ. എന്താണ് പ്രതീക്ഷ? നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. നമ്മുടെ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് കുട്ടികളിലെ ഗുരുതരമായിട്ടുള്ള വൃക്ക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായിട്ട് കുട്ടികളിലെ ഗുരുതരമായിട്ടുള്ള വൃക്ക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായിട്ട് കൊണ്ടുവന്ന സമഗ്ര പദ്ധതിയാണ് പ്രതീക്ഷ എന്ന് പറയുന്ന പദ്ധതി. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പീഡിയാട്രിക് റെനൽ അസസ്മെന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ ഇൻ കേരള സ്റ്റേറ്റ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ എന്താണ് പ്രതീക്ഷ? പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് അല്ലെ. സംസ്ഥാന ആരോഗ്യ വകുപ്പ് എന്തിനു വേണ്ടിയിട്ട്? കുട്ടികളിലെ ഗുരുതരമായിട്ടുള്ള വൃക്ക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായിട്ട് കുട്ടികളിലെ ഗുരുതരമായിട്ടുള്ള വൃക്ക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനാണ് പ്രതീക്ഷ എന്ന് പറയുന്ന ഈ ഒരു സമഗ്ര പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്കീമാണ്. സ്ക്രീനിങ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഇതെല്ലാം കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി കൂടി നമുക്ക് നോക്കാം. ഭാരത് ഔദ്യോഗിക വികാസ് യോജന എന്നാണ് പദ്ധതിയുടെ പേര്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഭവ്യ എന്നാണ് പദ്ധതിയുടെ പേര്. ഭവ്യ. സോ ഭവ്യയുടെ ഫുൾ ഫോം ആണ് നമ്മൾ പറഞ്ഞത്. ഭാരത് ഔദ്യോഗിക വികാസ് യോജന. എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം? അതായത് റീസെന്റ് ആയിട്ട് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ ഏകദേശം 33,660 കോടി രൂപ വകയിരുത്തി മാറ്റിയ ഒരു പദ്ധതിയാണ് ഈ ഭവ്യ എന്ന് പറയുന്ന പദ്ധതി. നമ്മുടെ രാജ്യത്തുടനീളം, ഇന്ത്യയിലുടനീളം 100 ലോകോത്തര വ്യവസായ പാർക്കുകൾ, അതായത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള 100 ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കൊണ്ടുവരിക. ഇൻഡസ്ട്രിയൽ പാർക്ക് ലോകോത്തര നിലവാരത്തിൽ, അതായത് വളരെ ക്വാളിറ്റിയുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക്, 100 ഇൻഡസ്ട്രിയൽ പാർക്കുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഭാരത് ഔദ്യോഗിക വികാസ് യോജന അഥവാ ഭവ്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ, അതായത് ഓരോ സംസ്ഥാനത്തും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടീസിന്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടിയാണ് ഇന്ത്യയിൽ ഈ 100 കംപ്ലീറ്റ് റെഡി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പൂർണ്ണ സജ്ജമായിട്ടുള്ള ഹൈലി ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള 100 വ്യവസായ പാർക്കുകൾ അഥവാ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കൊണ്ടുവരുന്നത്. ഭാരത് ഔദ്യോഗിക വികാസ് യോജന എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഭവ്യ, ഭാരത് ഔദ്യോഗിക വികാസ് യോജന എന്നാണ് പദ്ധതിയുടെ പേര്. അപ്പൊ ഇവിടെ ഈ പാർക്കിൽ നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ MSMEകൾക്കാണ്. അതായത് മൈക്രോ, സ്മോൾ, മീഡിയം ഓണ്ടർപ്രണർഷിപ്പുകളുണ്ട് അല്ലെ. MSMEകൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ, അവർക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകളുണ്ട്, നിർമ്മാണ യൂണിറ്റുകളുണ്ട്. അവർക്കൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പാർക്കുകളിൽ കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത്. ഈ പറയുന്ന MSMEകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യമാണ് 2026 മാർച്ച് 9 അന്തരിച്ച KN പണിക്കറിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പൊ KN പണിക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം കണ്ടിയൂർ നാരായണ പണിക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും സാമൂഹ്യ ചരിത്രവും സംബന്ധിച്ച് അദ്ദേഹം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും സാമൂഹ്യ ചരിത്രവും സംബന്ധിച്ച് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കലുഷിതമായിട്ടുള്ള കാലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു. മലബാർ കലാപം പ്രഭുത്വത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ എന്നുള്ള കൃതി അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് KN പണിക്കറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ആൻസറിലേക്ക് വരാം. 2026 മാർച്ച് 9 അന്തരിച്ച നമ്മുടെ കേരളത്തിലെ പ്രമുഖ ചരിത്രകാരൻ അഥവാ ഹിസ്റ്റോറിയനാണ് KN പണിക്കർ എന്ന് പറയുന്നത്. 2026 മാർച്ച് 9 അദ്ദേഹം അന്തരിക്കുന്നത്. KN പണിക്കർ അന്തരിക്കുന്നത്. കണ്ടിയൂർ നാരായണ പണിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ. കണ്ടിയൂർ നാരായണ പണിക്കർ എന്നാണ് KN പണിക്കറിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്.
1936 അദ്ദേഹം ജനിക്കുന്നത്. 2026 മാർച്ച് 9 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അന്തരിക്കുന്നത്. 2026 1936 അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ ഇവിടെ ഇദ്ദേഹം നമ്മൾ പറയുന്ന ഹിസ്റ്റോറിയൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് വാർ, നമ്മുടെ ഇൻഡിപെൻഡൻസ് വാർ, അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമരവും നമ്മുടെ സാമൂഹിക ചരിത്രവും, നമ്മുടെ ഇന്ത്യയുടെ ഒരു സോഷ്യൽ ഹിസ്റ്ററി ഉണ്ട് അല്ലെ, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ ഒരുപാട് പഠനം ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് ഹിസ്റ്ററിയെ വളരെ ശാസ്ത്രീയമായിട്ട് സാമൂഹികപരമായിട്ട് എന്ത് ചെയ്തു, വിശകലനം ചെയ്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻ ആണ് കെ.എൻ. പണിക്കർ എന്ന് പറയുന്നത്. കലുഷിതമായിട്ടുള്ള കാലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അഥവാ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പൊ കെ.എൻ. പണിക്കറിന്റെ ആത്മകഥ ഓട്ടോബയോഗ്രഫിയാണ്. നമ്മൾ പറഞ്ഞ ജീവചരിത്രം എന്നാണ് അല്ലെ, തെറ്റാണ്. ആത്മകഥ അഥവാ ഓട്ടോബയോഗ്രഫിയാണ്. കലുഷിതമായ കാലം എന്ന് പറയുന്ന കലുഷിതമായ കാലം, മലബാർ കലാപം, പ്രഭുത്വത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൃതിയാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ്, അതാണ് നമ്മൾ പറഞ്ഞത്, എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ്, അതിന്റെ അതായത് മലബാർ കലാപം, പ്രഭുത്വത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് ആണ്. എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ്, റിലീജിയൻ ആൻഡ് പെസന്റ് അപ്രൈസിംഗ് ഇൻ മലബാർ, കൾച്ചർ ഐഡിയോളജി ഹെജിമണി, colonialism, culture and resistance, a concerned Indians guide to communalism, 1940, a documentary history of the freedom struggle. ഇതൊക്കെ കെ.എൻ. പണിക്കരുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇദ്ദേഹം നമ്മുടെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പോ ഈ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ കൂടിയാണ് ആരെന്ന് പറയുന്നത്, കെ.എൻ. പണിക്കർ എന്ന് പറയുന്നത്. നമ്മുടെ കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ ആണ്. നമ്മുടെ കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, കെ.എൻ. പണിക്കർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം കണ്ടിയൂർ നാരായണ പണിക്കർ എന്നാണ്. കറക്റ്റ് ആണ് അല്ലെ. കെ.എൻ. പണിക്കറിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് കണ്ടിയൂർ നാരായണ പണിക്കർ, നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും സാമൂഹിക ചരിത്രവും സംബന്ധിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ചരിത്രകാരൻ തന്നെയാണ് ആരെന്ന് പറയുന്നത്, കെ.എൻ. പണിക്കർ എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. കലുഷിത കാലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്, ജീവചരിത്രമല്ല, ആത്മകഥയാണ്. ദെൻ മലബാർ കലാപം, പ്രഭുത്വത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ എന്ന കൃതി അദ്ദേഹമാണ് രചിച്ചിട്ടുണ്ടായിരുന്നത്. സോ 1, 2, 3 ഇവിടെ കറക്റ്റ് ആണ്. 1, 2, 3 1, 2, 4 കറക്റ്റ് ആണ് കേട്ടോ. 3 തെറ്റാണ്. 1, 2, 4 ആണ് കറക്റ്റ്. കലുഷിതമായ കാലം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ആത്മകഥയാണ്, ജീവചരിത്രം അല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിൽ കോടതി ഉത്തരവിലൂടെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായ ആദ്യ വ്യക്തി ആരാണ് എന്നുള്ളതാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി തവണയൊക്കെ വാർത്തയിൽ നമ്മൾ കേട്ട ഒരു പേരാണ് ഹരീഷ് റാണ എന്ന പേര് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പാസീവ് യൂത്തനേഷ്യക്ക് വിധേയനായ വ്യക്തി എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് യൂത്തനേഷ്യ എന്നുള്ളത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ മേഴ്സി കില്ലിംഗ് അല്ലെങ്കിൽ ഗുഡ് ഡെത്ത് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ദയാവധം അല്ലെ. അപ്പൊ ഇന്ത്യയില് ദയാവധം ലീഗലൈസ് ചെയ്തിട്ടുണ്ടോ, നിയമവിധേയമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയില് പാസീവ് യൂത്തനേഷ്യ അഥവാ നിഷ്ക്രിയ ദയാവധം ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമവിധേയമാക്കിയിട്ടുണ്ട്. അതായത് മുൻപ് അരുണ എന്ന് പറയുന്ന ഒരു നഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒത്തിരി പേര് കേട്ടിട്ടുള്ള ഒരു കേസ് ആയിരിക്കും അല്ലെ. വളരെ ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ട ഒരുപാട് നാള് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായ ഒരു നഴ്സ് ആയിരുന്നു അരുണ എന്ന് പറയുന്നത്. അപ്പോ ഈ യൂത്തനേഷ്യ എന്ന് പറയുന്ന സംഭവം നൽകുന്നത് ഇത്തരത്തില് ജീവിതത്തിലേക്ക് തിരികെ വരാൻ ഒരു സാധ്യതയുമില്ല. പൂർണ്ണമായിട്ടും വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ അഥവാ കോമ സ്റ്റേറ്റിലായി പോയിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ ഈ ഒരു യൂത്തനേഷ്യ നൽകുന്നത്, ദയാവധം നൽകുന്നത്. അപ്പൊ മുൻപ് ഈ അരുണ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്ററിന്റെ കേസില് ഇങ്ങനെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇത്തരത്തിലൊരു ദയാവധം ഈ തരത്തിലുള്ള രോഗികൾക്ക് ആവശ്യമാണ് എന്ന രീതിയിൽ ചർച്ച വന്നു. അതിനുശേഷം എന്നാൽ ആ സമയത്ത് പാസീവ് യൂത്തനേഷ്യ, അപ്പൊ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള യൂത്തനേഷ്യ ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒന്ന് ആക്റ്റീവ് യൂത്തനേഷ്യയും ഒന്ന് പാസീവ് യൂത്തനേഷ്യയും.
ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത് ഡോക്ടർ മരുന്ന് കുത്തിവെച്ച് ആ രോഗിയെ മരണത്തിലേക്ക് കടത്തിവിടുന്നത് ആക്റ്റീവ് യൂത്തനേഷ്യയും, പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത് ഈ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇവർ തുടരുന്നത് ഏതെങ്കിലും ഒക്കെ മെഡിക്കൽ എക്വിപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അല്ലെ. സോ ആ മെഡിക്കൽ എക്വിപ്മെന്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, എടുത്ത് മാറ്റി അവരെ സ്വാഭാവികമായിട്ടുള്ള മരണത്തിലേക്ക് കടത്തിവിടുന്നതാണ് പാസീവ് യൂത്തനേഷ്യ. നമ്മുടെ ഹരീഷ് റാണയ്ക്ക് അതാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് പതുക്കെ 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 എന്ത് ചെയ്യുന്നു, അവരെ ജീവൻ നിലനിർത്തുന്ന ലൈഫ് സേവിങ്സ് സാധനങ്ങൾ, ഉപകരണങ്ങൾ, മരുന്നുകൾ എല്ലാം എന്ത് ചെയ്യുന്നു, നിർത്തി അവരെ പതുക്കെ മരണത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പോ അരുണ എന്ന് പറയുന്ന സിസ്റ്ററിന്റെ കേസില് ഈ പറയുന്ന പാസീവ് യൂത്തനേഷ്യ എന്നുള്ളൊരു സാധ്യത സുപ്രീം കോടതി മുന്നോട്ട് വെച്ചു. പിന്നീട് 2018 കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസിലാണ് ഇന്ത്യയില് പാസീവ് യൂത്തനേഷ്യ അല്ലെങ്കിൽ നിഷ്ക്രിയ ദയാവധം ലീഗലൈസ് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി കൊണ്ടുവരുന്ന കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ. ഓക്കെ, അപ്പോ ഈ ഒരു മാർഗനിർദ്ദേശ പ്രകാരമാണ് നമ്മുടെ ഹരീഷ് റാണയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതി ഉത്തരവിലൂടെ നിഷ്ക്രിയ ദയാവധം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഹരീഷ് റാണയുടെ കേസ് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസും ഭയങ്കര കൂടുതലാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ സുപ്രീം കോടതി ജസ്റ്റിസുമാരായിട്ടുള്ള JB പർദിവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി നൽകിയത്. നിങ്ങൾക്കറിയാം. അപ്പോ ഇന്ത്യയിൽ കോടതി ഉത്തരവിലൂടെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു ഇപ്പോ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പൊ വിധേയനായ ആദ്യ വ്യക്തിയാണ് ഹരീഷ് റാണ എന്ന് പറയുന്നത് ഓർത്തു വെക്കുക കേട്ടോ. പാസീവ് യൂത്തനേഷ്യയാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യവും മറക്കണ്ട. അടുത്തത്, ജോലി സ്ഥലത്തെ ലൈംഗിക പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്നാണ് ചോദ്യം. റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ജോലി സ്ഥലത്തെ ലൈംഗിക പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട്. അതിന്റെ പേരാണ് ഷൈൻ എന്ന് പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റ് ഇൻസിഡന്റ് നോട്ടിഫിക്കേഷൻ ഫോർ എംപവർമെന്റ് എന്ന് പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റ് ഇൻസിഡന്റ് നോട്ടിഫിക്കേഷൻ ഫോർ എംപവർമെന്റ് എന്ന് പറയുന്ന ജോലി സ്ഥലത്തെ ലൈംഗിക പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. അടുത്തത്, റീസെന്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയില് APO നമ്മുടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാ? ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമായിട്ടുള്ള ഹാർട്ട് ലാമ്പ് 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ 2025 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം എന്ന് പറയുന്നത്. നമ്മളത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇന്ത്യക്കാരിയായിട്ടുള്ള ബാനു മുഷ്താഖിനാണ് 2025 ഈ ഒരു ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന കൃതിക്കാണ് ആ പുരസ്കാരം ലഭിച്ചതെന്ന് നമുക്കറിയാം അല്ലെ. അത് കറക്റ്റ് ആണ്. രണ്ടാമത്, KR മീരയുടെ നോവലായിട്ടുള്ള കലാച്ചി 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടി. തെറ്റ്. നമുക്കറിയാം 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വൈരമുത്തുവിനാണ് അല്ലെ. നമ്മൾ ഇനി അത് നോക്കും. വൈരമുത്തുവിനാണ് 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അല്ലെ. അപ്പോ അത് തെറ്റാണ്. ഇനി ഈ സന്തോഷ് കുമാറിന്റെ നോവലായിട്ടുള്ള തപോമയിയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. സോ നമ്മള് ഹരിശ്രീ അശോകന് സന്തോഷമായി എന്നുള്ള കോഡൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഹരിശ്രീ അശോകന് സന്തോഷമായി അല്ലെ. 2025 വയലാർ പുരസ്കാര ജേതാവ് ഈ സന്തോഷ് കുമാർ, തപോമയിയുടെ അച്ഛൻ. 2024 അശോകൻ ചരിവിൽ കാട്ടൂർ കടവിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി. ഇനി 2023 ശ്രീകുമാരൻ തമ്പി. 2022 ഹരീഷിനാണ് ഈ ഒരു വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹരിശ്രീ അശോകന് സന്തോഷമായി. അപ്പൊ തന്നെ നിങ്ങൾക്ക് 4 വർഷത്തെ ആ ഒരു വയലാർ പുരസ്കാരം കിട്ടുക. അല്ലെങ്കിൽ തന്നെ 2025 വയലാർ പുരസ്കാര ജേതാവ് നമ്മുടെ ഈ സന്തോഷ് കുമാർ ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരാനായിട്ട് സാധ്യതയില്ല. നമ്മൾ അത്രയും തവണ ക്ലാസ്സിൽ പഠിച്ചതാ അല്ലെ. സോ അത് കറക്റ്റ് ആണ്. ഇനി രാജശ്രീയുടെ നോവലായിട്ടുള്ള ആത്രേയകം 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ രാജശ്രീയുടെ നോവൽ നിങ്ങൾക്കറിയാം. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, നമ്മുടെ രാജശ്രീയുടെ നോവലായിട്ടുള്ള
ആർത്രേയകത്തിനല്ല. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് KG ശങ്കരപിള്ളയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. KG ശങ്കരപിള്ളയാണ് നമ്മുടെ 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവെന്ന് നിങ്ങൾക്കറിയാം. അവിടെ നമുക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പൊ അത് തെറ്റാണെന്നുള്ള കാര്യത്തില് വേറെ ഡൗട്ട് ഒന്നും വേണ്ട. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉം എന്താണ്? ശരിയാണ്. 1ഉം 3ഉം ശരിയാണ് കേട്ടോ. 1ഉം 3ഉം ശരിയാണ്. ഓക്കെ, നോക്കാം നമുക്ക്. 2025 60ാം ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് തമിഴ് ഗാനരചയിതാവും കവിയും നോവലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള R വൈരമുത്തുവാണ് കേട്ടോ. R വൈരമുത്തുവാണ് 2025 60ാം ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എന്ന് പറയുന്ന തമിഴ് ഗാനരചയിതാവാണ്, കവിയാണ്, നോവലിസ്റ്റാണ്. സോ 24 വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴിലേക്ക് ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം വരുന്നത്. 24 വർഷങ്ങൾക്ക് ശേഷം തമിഴിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 3ാമത്തെ ആളാണ് വൈരമുത്തു എന്ന് പറയുന്നത്. തമിഴിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 3ാമത്തെ ആള്. ഇതിനു മുൻപ് 1975 അഖിലൻ, 2002 ജയകാന്തൻ, ഇവർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ഈ വൈരമുത്തു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഗാനരചയിതാവാണ്. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം 7 തവണ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ആര്? വൈരമുത്തു എന്ന് പറയുന്നത്. സോ നമ്മുടെ 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് വൈരമുത്തു. 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ഹിന്ദി സാഹിത്യകാരനായിട്ടുള്ള വിനോദ് കുമാർ ശുക്ലയാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? R വൈരമുത്തുവാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. R വൈരമുത്തു. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിത ആരാണ്? വനിതയുടെ നേട്ടമാണ്. ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിതയാണ് RM നാച്ചമ്മ. നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലെ. ആണവ നിലയം വാച്ച് ചെയ്യാനായിട്ട് നാച്ചമ്മ, വാച്ചമ്മയാണ് അല്ലെ. വാച്ചമ്മ നമ്മൾ പഠിച്ചു. വാച്ചമ്മ ആരാണ്? നാച്ചമ്മയാണ് അല്ലെ. നമ്മുടെ കൈഗ ആണവ നിലയത്തിന്റെ ആ ഒരു മേധാവിയാകുന്ന, പ്രവർത്തനക്ഷമമായിട്ടുള്ള ആണവ നിലയത്തിന്റെ മേധാവിയായ വനിതയാണ് RM നാച്ചമ്മ. അതുപോലെ തന്നെ ഇന്ത്യയില് നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കി വെക്കേണ്ടത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് LGBTQI+ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത പാർലമെന്റ് അംഗമായിട്ട് അഥവാ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മേനക ഗുരുസ്വാമിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ LGBTQI+ പാർലമെന്റ് അംഗമായിട്ട് അടുത്തിടെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മേനക ഗുരുസ്വാമിയാണ്. അപ്പോ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകയാണ് മേനക ഗുരുസ്വാമി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാള് രാജ്യസഭയിലേക്ക് എത്തുന്നത്. അവിടെ നിങ്ങൾ പ്രത്യേകം റീസെന്റ് ആയിട്ട് ഈ LGBTQ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങളെ കുറിച്ച് ആ ഒരു ട്രാൻസ്ജെൻഡർ, പ്രത്യേകിച്ച് LGBTQയിൽ വരുന്നതാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെ, ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോ ഈ ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺസ് റൈറ്റ്സ് ആക്ട് റീസെന്റ് ആയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ അമെൻഡ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 സുപ്രീം കോടതിയുടെ നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് പ്രകാരം ഇവർക്ക് ചില അവകാശങ്ങൾ നൽകുന്നുണ്ട്. അതായത് ഒന്ന്, സെൽഫ് ഐഡന്റിഫിക്കേഷൻ, അതായത് ഒരു വ്യക്തിയുടെ ലിംഗം സ്വയം തിരിച്ചറിയാനായിട്ട്, അതായത് ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് സ്വയം എന്ത് ചെയ്യാം, സർട്ടിഫൈ ചെയ്യാനായിട്ടുള്ള അവകാശം ആ ഒരു കേസ്, ആ കേസിന്റെ വിധിയിലൂടെ സുപ്രീം കോടതി നൽകുന്നു. 2, ഇവർക്ക് കമ്മ്യൂണിറ്റി ബെനിഫിറ്റുകൾ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ, സർക്കാർ നൽകുന്ന ID കാർഡ്, അതുവഴി ഇവർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ അവകാശങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺസ് റൈറ്റ്സ് ആക്ട് റീസെന്റ് ആയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ അമെൻഡ് ചെയ്യുമ്പോൾ അവിടെ ചില കാര്യങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. അതായത് ഒന്ന്, സെൽഫ് ഡിക്ലറേഷൻ പറ്റില്ല. ഒരു ബോർഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിയെ കൃത്യമായിട്ട് പരിശോധിച്ച് അത് ട്രാൻസ്ജെൻഡർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ബോർഡായിരിക്കും. ഇവിടെ സെൽഫ് ഐഡന്റിഫിക്കേഷൻ പറ്റില്ല എന്ന് ഈ ബില്ലിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, എല്ലാവരെയും ട്രാൻസ്ജെൻഡർ ആയിട്ട് കണക്കാക്കില്ല. കിന്നർ, ഹിജഡ, അതുപോലെ തന്നെ ജോഗപ്പ, ഇങ്ങനെ കൂട്ടമായിട്ട് കഴിയുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്.
അപ്പൊ അത്തരത്തിലുള്ള കിന്നർ, ഹിജഡ, അർവാണി, ജോഗപ്പ ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ കൂട്ടങ്ങളെ അല്ലെങ്കിൽ അവരെ മാത്രമേ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ട് പരിഗണിക്കൂ എന്നൊരു ക്ലോസ് കൂടി ഈ ഒരു ബില്ലിനകത്തുണ്ട്. രാജ്യത്ത് മൊത്തത്തിലുള്ള ട്രാൻസ്ജെൻഡറുകൾ അവരുടെ അവകാശത്തിനെതിരാണ് ഇത്തരത്തിലൊരു ബില്ല്, അമെന്റ്മെന്റ് ബില്ല് എന്നുള്ള രീതിയിൽ പ്രതിഷേധം നടത്തിയത് കൊണ്ട് തന്നെ വാർത്തകളിൽ ഇടം നേടി. സോ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യം വരാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ആ ഒരു ഭാഗം നോക്കി വെക്കാൻ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലൊക്കെ അത് വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യം കൂടിയാണ്. ഓക്കെ, സോ നോക്കാം. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പശ്ചിമ ബംഗാളിൽ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന മേനക ഗുരുസ്വാമി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. സോ അത് ഓർത്തു വെക്കുക. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പശ്ചിമ ബംഗാളിൽ നിന്നാണ് മേനക ഗുരുസ്വാമി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സോ 2018 ഈ ഒരു നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസില് സുപ്രീം കോടതി സ്വവർഗാനുരാഗം ക്രിമിനൽ കുറ്റം അല്ലാതാക്കി മാറ്റുകയാണ്. സോ ആ ഒരു വിധിയിൽ നിർണായക പങ്ക് വഹിച്ച അഭിഭാഷകരിൽ ഒരാളാണ് ഈ മേനക ഗുരുസ്വാമി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ്, അവരുടെ ഗുരുവാണ് അല്ലെ, അവരുടെ ഗുരുവാണ് അവർ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം മേനക ഗുരുസ്വാമി. ഓക്കെ, നെക്സ്റ്റ് വൺ. 2026 മാർച്ചിൽ നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ സൂചികയിൽ കേരളം 15ാം സ്ഥാനത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 18 സംസ്ഥാനങ്ങൾ ഉള്ളതില് സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ഒഡീഷയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ലഭിച്ച സ്കോർ 24.8 ആണ്. 2019-20 അപേക്ഷിച്ച് 2023-24 കേരളത്തിന്റെ കടബാധ്യത 35% വർദ്ധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് നമ്മുടെ 2026 പുറത്തിറങ്ങിയ നമ്മുടെ നീതി ആയോഗിന്റെ പുതിയ സാമ്പത്തിക ഭദ്രതാ സൂചിക ഉണ്ട്. അതായത് നമ്മുടെ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ്, നീതി ആയോഗിന്റെ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. ഇപ്പൊ ഓരോ സംസ്ഥാനങ്ങളും എന്തുമാത്രമാണ് സാമ്പത്തിക ഭദ്രതയിൽ ഇനിഷ്യേറ്റീവുകൾ എടുത്തിട്ടുള്ളത്, കൂടുതൽ കടം മേടിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സില് കേരളത്തിന് ഇപ്രാവശ്യവും 15ാം സ്ഥാനമാണ്. കഴിഞ്ഞ വർഷവും 15ാം സ്ഥാനം തന്നെയായിരുന്നു. 18 സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് ഒഡീഷ തന്നെയാണ്. 24.8 ആണ് കേരളത്തിന് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 2019-20 അപേക്ഷിച്ച് 2023-24 വരുമ്പോ കേരളത്തിന്റെ കടബാധ്യത ഏകദേശം 51% വർദ്ധിച്ചു എന്നാണ് ഈ ഒരു കണക്കുകളിൽ പറയുന്നത്. സോ അവിടെ 1, 2, 3 എന്താണ് കറക്റ്റ് ആണ്, 4 തെറ്റാണ്. അപ്പൊ നമുക്ക് നോക്കാം. 18 സംസ്ഥാനങ്ങളിൽ കേരളത്തിന് 15ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഒഡീഷയ്ക്കാണ്. 24.8 ആണ് കേരളത്തിന് ലഭിച്ച സ്കോർ. സോ 2019-20 അപേക്ഷിച്ച് 51% 23-24 വന്നപ്പോ കടബാധ്യത കേരളത്തിന് വർദ്ധിച്ചത്. മനസ്സിലായോ? അതായത് നമ്മുടെ മൊത്തം GDPയുടെ ഏകദേശം 35 മുതൽ 45% വരെ കടമാണ് എന്നാണ് ഈ ഒരു ഇൻഡെക്സിനകത്ത് പറയുന്നത്. ആദ്യ സ്ഥാനത്ത് ഒഡീഷയെ കൂടാതെ ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് കേരളത്തിന്റെ ഏകദേശം 55 മുതൽ 68% വരെ ശമ്പളം, പെൻഷൻ, വായ്പാ തിരിച്ചടവ് എന്നിവയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും നമ്മൾ എടുത്തിട്ടുള്ള കടങ്ങൾക്ക് തിരിച്ചടയ്ക്കാനും ഒക്കെയാണ് ഏകദേശം നമ്മുടെ 55 മുതൽ 68% വരെ വരുമാനം ഉപയോഗിക്കുന്നതാണ് ഈ കണക്കിനകത്ത് പറയുന്നത്. സോ കേരളത്തിന്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എത്രയാണ്? റീസെന്റ് ആയിട്ട് വന്നാൽ കേരളത്തിന് 15 തന്നെയാണ്. പഠിക്കാൻ എളുപ്പമുണ്ട്. മുന്നേ വന്നതിലും 15 തന്നെയാണ്. മുന്നേ വന്നതിൽ ഒഡീഷ തന്നെയാണ് 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിൽ എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. യെസ്, ഇനി നമുക്ക് 2026 നടന്ന നമ്മുടെ ICC 2020 വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ വേഗം ഒന്ന് നോക്കി പോകാം. ഒരു ചോദ്യം അവിടെ നിന്ന് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. സോ 10ാമത് ICC പുരുഷ 2020 വേൾഡ് കപ്പാണ് നടന്നത് അല്ലെ. ഇന്ത്യയും ശ്രീലങ്കയും ആയിരുന്നു വേദി എന്ന് പറഞ്ഞ 10ാമത് ICC പുരുഷ 2020 വേൾഡ് കപ്പാണ് 2026 നടന്നിട്ടുണ്ടായിരുന്നത്. 20 ടീമുകളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എത്ര ടീമുകളാണ്? 20 ടീമുകളായിരുന്നു. 8 വേദികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയും ശ്രീലങ്കയും ആയിരുന്നു വേദി. 2 രാജ്യങ്ങളുമായിട്ട് 8 സ്ഥലങ്ങളായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 8 വേദികളായിരുന്നു. അതില് നമുക്കറിയാം
നമ്മുടെ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ രോഹിത് ശർമ്മയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ICC 2020 വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ രോഹിത് ശർമ്മയായിരുന്നു. ഫിൽ ദി ത്രിൽ ആയിരുന്നു ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത്. ഫിൽ ദി ത്രിൽ ആയിരുന്നു ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത്. ബംഗ്ലാദേശ് ടൂർണമെന്റിൽ നിന്ന് പിന്മാറി പകരം സ്കോട്ട്ലാൻഡ് യോഗ്യത നേടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യ ആയിരുന്നു ജേതാക്കൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിക്കേണ്ട ഫാക്ട്. 2026 ICC 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആരായിരുന്നു ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. 96 റൺസിന് ന്യൂസിലൻഡിനെ ഇന്ത്യ പരാജയപ്പെടുത്തി. 96 റൺസിന്. അപ്പോ 2026 ICC പുരുഷ 2020 വേൾഡ് കപ്പ് ജേതാക്കള് ഇന്ത്യയാണ് അല്ലെ. ഇന്ത്യ 96 റൺസിന് ന്യൂസിലൻഡിനെയാണ് പരാജയപ്പെടുത്തി. 96 റൺസിന് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഏറ്റവും കൂടുതൽ 2020 ലോകകപ്പ് നേടുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. 3 തവണ ഇന്ത്യ 2020 വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. അപ്പൊ മുൻപ് 2024 ഇത് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ കപ്പാണ് കേട്ടോ. അതായത് 2024 ഇതിന് മുൻപ് നമ്മള് ഇന്ത്യ 2024 2020 വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 2022 2020 വേൾഡ് കപ്പ് നേടിയത് ആരായിരുന്നു? ഇന്ത്യ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, അവിടെ തുടർച്ചയായിട്ടുള്ള രണ്ടാം തവണയാണ് എന്ത് നേടുന്നത്? ഇന്ത്യ 2020 വേൾഡ് കപ്പ് നേടുന്ന 2024 ശേഷം ഇപ്പൊ 2026. ഇതിനു മുൻപ് 2007 കിരീടം നേടിയിട്ടുണ്ട്. 2007. അപ്പോ 2007, 2024, 2026 അങ്ങനെ 3 തവണ 2020 വേൾഡ് കപ്പ് ഇന്ത്യ നേടിയിട്ടുണ്ട് കേട്ടോ. തുടർച്ചയായിട്ട് 2 തവണ 2020 വേൾഡ് കപ്പ് നേടുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. 2024, 2026. ജസ്പ്രീത് ബുംറ ആയിരുന്നു ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത്. ജസ്പ്രീത് ബുംറ. സോ നമ്മുടെ ജസ്പ്രീത് ബുംറ ആയിരുന്നു ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച്. ക്യാപ്റ്റൻ ആരായിരുന്നു? സൂര്യകുമാർ യാദവ് ആയിരുന്നു അല്ലെ. സൂര്യകുമാർ യാദവ് ആയിരുന്നു ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. 2024 നമ്മുടെ രോഹിതിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്ന ടീം. സോ ഇപ്രാവശ്യം 2026 സൂര്യകുമാർ യാദവ് ആയിരുന്നു ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ജസ്പ്രീത് ബുംറയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പഠിച്ചു വെക്കണേ ഉറപ്പാണ്. ഒരു ചോദ്യം നിങ്ങൾക്ക് സഞ്ജുവിനെ കുറിച്ച് ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. സഞ്ജു സാംസൺ ആണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അല്ലെ. ആ ഒരു ടൂർണമെന്റ് മൊത്തം ചെക്കനങ്ങ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സഞ്ജുവിനെ കുറിച്ച് നോക്കാം. അതിനു മുൻപ് നോക്കാം, ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സാഹിബ് സാദ ഫർഹാൻ ആണ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുണ്ടായത് സാഹിബ് സാദ ഫർഹാൻ ആണ്. 383 റൺസ്. ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ റൺസ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ജസ്പ്രീത് ബുംറയാണ്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയത് ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയുമാണ്. ഇനി സഞ്ജു സാംസനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസന്റെ റെക്കോർഡുകൾ ഒന്ന് നോക്കാം. ഒരു 2020 ലോകകപ്പ് എഡിഷനില് ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം. ഒരു 2020 വേൾഡ് കപ്പ് എഡിഷൻ, ഒരു 2020 വേൾഡ് കപ്പ് എഡിഷനില് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. ഓക്കെ, 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസ്. 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസാണ് സഞ്ജു നേടിയിട്ടുണ്ടായിരുന്നത്. മുൻപ് 2014 നമ്മുടെ 2014 ലോകകപ്പില് 319 റൺസ് വിരാട് കോഹ്ലി നേടിയിട്ടുണ്ടായിരുന്നു ആ ഒരു എഡിഷനില്, 2014 എഡിഷനില്. അപ്പൊ വിരാട് കോഹ്ലിയുടെ റെക്കോർഡിനെയാണ് സഞ്ജു ഇപ്രാവശ്യം എന്ത് ചെയ്തത്? മറികടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച താരം ആരായിരുന്നു ചോദിച്ചാൽ അത് സഞ്ജു ആണ്. 24 സിക്സറുകൾ. നമുക്കറിയാമല്ലോ, 5 മാച്ചിൽ നിന്ന് 321 റൺസ് എടുക്കണമെങ്കിൽ പുള്ളിക്കാരൻ മിക്കതും 6ഉം 4ഉം ഒക്കെ ആയിരിക്കും അടിച്ചിരിക്കുക. സോ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച താരം ആരാണ്? സഞ്ജു ആണ്. ലോകകപ്പിൽ തുടർച്ചയായിട്ടുള്ള 3 മത്സരങ്ങളില് 80 റൺസിന് മുകളിൽ അഫ്രീദ് ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ലോകകപ്പിൽ തുടർച്ചയായിട്ടുള്ള 3 മത്സരങ്ങളില് 80 റൺസിന് മുകളിൽ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത്? സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. അഫ്രീദി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നേട്ടം മുൻപ് കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ സഞ്ജുവിനും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി 2020 ലോകകപ്പില് 2020 ലോകകപ്പിന്റെ സെമി ഫൈനലിലും ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടിയ 3ാമത്തെ താരമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. അർദ്ധ സെഞ്ചുറി നേടുന്ന
മൂന്നാമത്തെ താരം. അപ്പോ നമ്മുടെ ലോകകപ്പില് തുടർച്ചയായിട്ടുള്ള 3 മത്സരങ്ങളിൽ 80 റൺസിന് മുകളിൽ സ്കോർ ചെയ്യുന്ന രണ്ടാമത്തെ താരമാണ് ആര്? സഞ്ജു സാംസൺ. മുൻപ് നമ്മൾ പറഞ്ഞു അഫ്രീദി അത് നേടിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു T20 ലോകകപ്പിന്റെ സെമിയിലും ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ താരമാണ്. ആരൊക്കെയാണ് മറ്റു 2 താരങ്ങള്? വിരാട് കോഹ്ലി, ഷാഹിദ് അഫ്രീദി. അവർ രണ്ടുപേർക്കും ശേഷം 2020 ലോകകപ്പിന്റെ സെമി ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ താരമായിട്ട് വിരാട് കോഹ്ലി മാറിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർത്തു വെക്കുക. ആർക്ക് ശേഷം? ഷാഹിദ് അഫ്രീദിക്കും വിരാട് കോഹ്ലിക്കും ശേഷം. നമ്മുടെ സൂര്യകുമാർ യാദവ് ആയിരുന്നു ക്യാപ്റ്റൻ, ഗൗതം ഗംഭീർ ആയിരുന്നു കോച്ച് എന്ന് പറയുന്നു കേട്ടോ. ഇനി ഈ വർഷത്തെ നമ്മുടെ ഇന്ത്യയുടെ ലോകകപ്പിന്, നമ്മുടെ ലോക കിരീടത്തിന് പ്രത്യേകതകളുണ്ട്. സ്വന്തം നാട്ടിൽ 2020 ലോകകപ്പ് ഏറ്റുവാങ്ങിയ ടീമാണ് ഇന്ത്യൻ ടീം. കാരണം ഇന്ത്യയും ശ്രീലങ്കയും കൂടിയല്ലേ ഹോസ്റ്റ് ചെയ്തത്. സോ ഫൈനൽ നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടല്ലേ. സോ സ്വന്തം നാട്ടിൽ 2020 ലോകകപ്പ് ഏറ്റുവാങ്ങിയ ടീമാണ്. അതുപോലെ തന്നെ നമ്മുടെ 3 തവണ 2020 ലോകകപ്പ് സ്വന്തമാക്കിയ ടീം നമ്മൾ പറഞ്ഞു. 2020 ലോകകപ്പ് നിലനിർത്തിയ ടീമാണ്. 2024 കിട്ടി, 26 എന്ത് ചെയ്തു? എടുത്തിട്ടുണ്ടായിരുന്നു. 26 കപ്പ് നമ്മൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ 2 ഫോർമാറ്റുകളിലെ ലോകകപ്പുകളും നമ്മൾ സ്വന്തം നാട്ടിൽ നേടിയിട്ടുണ്ട്. അതായത് 2011 ഏകദിന ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ്, ODI ലോകകപ്പ് ഉണ്ടല്ലോ, അതും നമ്മൾ ഇന്ത്യയിൽ വെച്ച് നമ്മുടെ ടീം കളിച്ച് ഇന്ത്യയിൽ വെച്ച് തന്നെ കപ്പ് നേടി. ഇപ്പൊ 2026 2020 ലോകകപ്പ് ഇന്ത്യയിൽ വെച്ച് കളിച്ച് ഇന്ത്യക്കാര് എന്ത് നേടി? കിരീടം നേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊരു നേട്ടം നമുക്ക് കിട്ടിയത് തന്നെയാണ്. ഓക്കെ, ശരി. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ UN-ന്റെ ഇന്റർനാഷണൽ ഇയേഴ്സും കൂടി ഒന്ന് നോക്കണം. UN-ന്റെ ഇന്റർനാഷണൽ ഇയേഴ്സ് കൂടി ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. ഓക്കെ, സോ ആദ്യം നമുക്ക് 2023 നോക്കാം. 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് UN ഓരോ വർഷത്തിന്റെയും പ്രാധാന്യത്തെ ബേസ് ചെയ്തിട്ട് ആ വർഷം, അതായത് ഇന്റർനാഷണൽ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള അന്താരാഷ്ട്ര വർഷമായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് അല്ലെ. 2023 മില്ലറ്റുകളുടെ വർഷമായിരുന്നു. 2023 ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകളുടെ വർഷമായിരുന്നു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഡയലോഗ് ആസ് എ ഗ്യാരണ്ടി ഓഫ് പീസും കൂടിയായിരുന്നു. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഡയലോഗ് ആസ് എ ഗ്യാരണ്ടി ഓഫ് പീസും കൂടിയായിരുന്നു 2023. 2024 ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലറ്റ്സ്, ഒട്ടക വർഷമായിരുന്നു ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടക വർഷമായിരുന്നു 2024. ഇനി 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം കൂടിയായിരുന്നു 2025 എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയർ പ്രിസർവേഷൻ ആയിരുന്നു. നമ്മൾ പറഞ്ഞു ഹിമാനി സംരക്ഷണത്തിന്റെ വർഷമായിരുന്നു 2025. അതുപോലെ തന്നെ സഹകരണ വർഷമായിരുന്നു 2025. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിരുന്നു 2025 എന്ന് പറഞ്ഞത്. അപ്പൊ 2025 എന്തൊക്കെയായിരുന്നു? പീസ് ആൻഡ് ട്രസ്റ്റ് ആയിരുന്നു, ഹിമാനി സംരക്ഷണം ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആയിരുന്നു, ഇയർ ഓഫ് കോഓപ്പറേഷൻ ആയിരുന്നു, ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിരുന്നു 2025. ഇനി 2026 നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്ററലിസ്റ്റ്, മേച്ചിൽ പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷമായിരുന്നു 2026. മേച്ചിൽ പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷമാണ് 2026. സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന് വേണ്ടി പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട്. സോ അവരുടെ സന്നദ്ധ സേവകർ, വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അവരുടെ അന്താരാഷ്ട്ര വർഷമായിരുന്നു 2026 എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം, ഇന്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഫാർമർ ആണ്. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഫാർമർ ആണ് 2026. 2026 നമ്മുടെ വനിതാ കർഷക വർഷം അല്ലെ, കർഷക സ്ത്രീ വർഷമാണ്. സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷമാണ് 2026. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഇനി 2027 നോക്കാം. ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് റെസീലിയന്റ് ടൂറിസം ആണ് 2027. ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് റെസീലിയന്റ് ടൂറിസം, അതായത് സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ സുസ്ഥിരവും നിലനിൽക്കുന്നതുമായിട്ടുള്ള ടൂറിസത്തിന്റെ അന്താരാഷ്ട്ര വർഷമാണ് 2027. ഇന്റർനാഷണൽ ഇയർ ഓഫ് ലീഗൽ ലിറ്ററസി ആണ് 2027. അതായത് നിയമസാക്ഷരതയുടെ അന്താരാഷ്ട്ര വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 2027 ഇന്റർനാഷണൽ ഇയർ ഓഫ്
ലിറ്ററസി, ലീഗൽ ലിറ്ററസി. ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ് എന്നാണ് ചോദിച്ചത്. 2029 ഇന്റർനാഷണൽ ഇയർ ഓഫ് ആസ്ട്രോയിഡ് അവയർനെസ് ആൻഡ് പ്ലാനറ്ററി ഡിഫൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങള്. നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു.